നമ്മളെ നശിപ്പിക്കാനുള്ള പവർ നമ്മളെ ചുറ്റുപാടിനുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ. 2 ലാമ്പിനെ വെച്ചിട്ട് ഒരിക്കലൊരു എക്സ്പെരിമെൻ്റ് നടത്തി. ഒരേ തൂക്കമുള്ള, ഒരേ ഏജുള്ള, ഒരേ ഫുഡ് കൊടുക്കുന്ന 2 ലാമ്പിനെ വെച്ചിട്ട്. 2 ആളെയും കൂട്ടിലിട്ടു. മൂന്നാമത്തെ കൂട്ടിലൊരു വോൾഫിനെയും വെച്ചു. ഈ 2 ലാമ്പും തമ്മിലുള്ള വ്യത്യാസം, ഒരു ലാമ്പ് എപ്പോഴും ആ വോൾഫിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. ഈ വോൾഫിനെ കാണാത്ത ലാമ്പ് ഉണ്ടല്ലോ, അത് ഓരോ ദിവസവും സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ കൂട്ടിലടച്ച വോൾഫിനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ലാമ്പ് ഉണ്ടല്ലോ, അത് ഓരോ ദിവസം കൂടുന്തോറും വീക്കറായിട്ട് വരുന്നു. അതിൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക. സ്ലോലി ആ ലാമ്പ് ചത്തുപോയി. അത് വോൾഫിൻ്റെ അടുത്തുനിന്ന് ഒരു അറ്റാക്കും ഉണ്ടായിട്ടല്ല, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിയറും കൊണ്ടാണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിയർ നമ്മളെ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു സർവൈവൽ മോഡിലേക്ക് മാറിപ്പോകും. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത്. നമുക്ക് ഫിസിക്കലി ഒരു ഡേഞ്ചറും നമ്മളെ ചുറ്റുപാടുനിന്നും വരുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ചുറ്റുപാടുന്ന് നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല, വാല്യൂഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ യു ആർ സ്ലോലി ഡ്രെയിനിങ് യുവർ ലൈഫ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, നമ്മളെ ചുറ്റുപാടിന് നമ്മളെ വളർത്താനും തളർത്താനും ഉള്ള കഴിവുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല, ഏതെങ്കിലും ഒന്ന്. ഇനി നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ചുറ്റുപാട് അത് നിങ്ങളെ വളർത്താനാണോ സഹായിക്കുന്നത് അതോ തളർത്താനാണോ? നിങ്ങളെ തളർത്തുന്ന സറൗണ്ടിങ്സിൽ നിന്നും മാറിയിട്ട് നിങ്ങളെ വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ കം ആൻഡ് ജോയിൻ വിത്ത് മീ ഓൺ മൈ വെനസ്ഡേ വർക്ക്ഷോപ്പ്. അതിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കും നമ്മുടെ കുട്ടിക്കും നമ്മുടെ റിലേഷൻഷിപ്പിനും നർച്ചറിങ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന്. കം ആൻഡ് വർക്ക്ഷോപ്പ് ആൻഡ് ഐ വിൽ സെൻഡ് യു ദ ലിങ്ക് ടു ജോയിൻ.